ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഡേറ്റ്സ് ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ കേക്ക് നല്ല മോയിസ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിലുള്ളൊരു കേക്കാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നീടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു കേക്കാണ്. ഈ കേക്കിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല സ്പോഞ്ചി ആയിട്ടിരിക്കും. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കേക്കാണ്. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂക്ക് ബൈറ്റ്സ്. കേക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡേറ്റ് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർക്കുമ്പോഴാണ് അതിന് കളറും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. പാൻ ലോ ഫ്ലെയിമിൽ ചൂടാക്കി അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ കാണാം അത് മെൽട്ടായി വരുന്നത്, പിന്നീട് ഗോൾഡൻ കളറായിട്ട് മാറും. അപ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ഗോൾഡൻ ബ്രൗണായി പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ഷുഗർ ഒന്ന് ക്രിസ്റ്റലൈസ് ആവാൻ തുടങ്ങും. ആ സമയത്ത് ഒരു സ്പാച്ചില വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇളക്കി നന്നായി അലിയിച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കാരമൽ സിറപ്പ് റെഡിയായി. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് 6.5 ഇഞ്ച് വീതിയും 2.5 ഇഞ്ച് ഹൈറ്റിലുള്ള റൗണ്ട് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഈ കേക്ക് ടിൻ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്ത ബട്ടർ പേപ്പർ താഴെ വെച്ച് ഈ ബട്ടർ പേപ്പറിൻ്റെ മേലെയും നന്നായിട്ട് ഈ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി കേക്കിൽ ചേർക്കാനുള്ള 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ക്ലീൻ ചെയ്ത് കഴുകി ചെറുതായി ചോപ്പ് ചെയ്ത 1 കപ്പ് ഡേറ്റ്സും പിന്നെ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നട്ട്സും ഇതിലേക്ക് ചേർത്ത് 1 ടീസ്പൂൺ മൈദ ഉപയോഗിച്ച് ഇതൊന്ന് കോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ചെയ്ത് കേക്കിൽ ചേർക്കുമ്പോൾ ഇതിൽ താഴ്ന്നു പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്ത് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. അതും ചേർത്ത് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഈ മിക്സിങ് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ വെച്ച് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാനിവിടെ ഹാൻഡ് വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബൗളൊന്ന് സൈഡ് ഒന്ന് ചരിച്ച് പിടിച്ച് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ പഞ്ചസാരപ്പൊടി മുട്ടയിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഹാൻഡ് വിസ്ക് വെച്ച് ഏകദേശം ഒരു 7 മിനിറ്റോളം ഈ മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. പഞ്ചസാര മുഴുവൻ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള കുക്കിംഗ് ഓയിൽ ഒരു 1/2 കപ്പ് പതുക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ ബീറ്റ് ചെയ്യണ്ട. ഇനി ചൂടാറി വന്ന കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൂടുതൽ ബീറ്റ് ചെയ്യരുത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി കേക്കിനുള്ള നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്കിന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതാണ് സിനമൺ പൗഡർ. 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ കറുവപ്പട്ട വീട്ടിൽ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദ ഒരു 1/2 ടീസ്പൂണിലും മേലെയായിട്ട് എടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണിലും താഴെയായിട്ട് ബേക്കിംഗ് സോഡയാണ് എടുത്തിരിക്കുന്നത്. 1 നുള്ള് ഉപ്പും ചേർത്ത് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് തന്നെ ഈ കേക്ക് മിക്സിൽ മൈദയുടെ മിക്സ് നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും കൂടെ ഈ കേക്കിൻ്റെ മിക്സിലേക്ക് ചേർത്ത് വിസ്ക് വെച്ചോ ഒരു സ്പാച്ചില വെച്ചോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ സ്പാച്ചില വെച്ച് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്ക് ടിന്നൊന്ന് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അധികം ടാപ്പ് ചെയ്യണ്ട, കൂടുതൽ ടാപ്പ് ചെയ്ത നട്ട്സ് താഴെ പോയി കിടക്കും. 170 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രിയിൽ 35 മുതൽ 45 മിനിറ്റ് വരെയാണ് ബേക്കിംഗ് ടൈം. അപ്പോൾ ഓരോ ഓവനിൽ ബേക്കിംഗ് ടൈം വ്യത്യാസപ്പെടും. അപ്പോൾ ഞാനിവിടെ 170 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തു. ഞാൻ സാധാരണ ഡേറ്റ് ക്യാരറ്റ് കേക്കും പ്ലം കേക്കുകളും ഓവൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ ഞാൻ 40 മിനിറ്റ് കഴിഞ്ഞ് ഓവനിൽ നിന്ന് പുറത്തെടുത്തു. സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്ക്യൂർ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഈ കേക്ക് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റും നല്ല മോയിസ്റ്റായിട്ടുള്ള കേക്കാണ്. അതുപോലെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല സ്പോഞ്ചി ടെക്സ്ചറാണ്. നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. ഈ കേക്ക് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് തലേദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ കൊണ്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഈ കേക്ക് സാധാരണ 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. 2 ദിവസം നമ്മൾ പുറത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് ഒരു ബോക്സിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞു. എന്നാലും കേക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും ഹാർഡാവില്ല. നല്ല മോയിസ്റ്റായിട്ട് തന്നെ കേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീക്കെൻഡ്സൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.